ബി.ജെ.പിയിൽ വലിയ അഴിച്ചുപണി. ദേശീയ ഭാരവാഹികളുടെ പുതിയ പട്ടിക പ്രഖ്യാപിച്ചിരിക്കുകയാണ് പാർട്ടി ദേശീയ പ്രസിഡന്റ് നിതിൻ നബീൻ. കെ സുരേന്ദ്രൻ ദേശീയ സെക്രട്ടറിയാകും. അനിൽ ആന്റണി ദേശീയ സെക്രട്ടറിയായി തുടരും. അതേസമയം ദേശീയ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അബ്ദുള്ളക്കുട്ടിയെ മാറ്റി. ഡി ബിനോയ് വിവരങ്ങൾ നൽകുന്നു. എ.പി. അബ്ദുള്ളക്കുട്ടിയെ സംബന്ധിച്ചിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു തകർച്ചയായിട്ടും പതനമായിട്ടും ഈ ഒരു സ്ഥാനലബ്ധിയിൽ നിന്നുള്ള എടുത്തുമാറ്റലിനെ കാണേണ്ടി വരുന്നു. അതേസമയത്ത് കെ സുരേന്ദ്രൻ ദേശീയ സെക്രട്ടറി ആകുന്നു, അനിൽ ആന്റണി ദേശീയ സെക്രട്ടറിയായിട്ട് തുടരുന്നു. ഈ മാറ്റത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഡി ബിനോയ്? ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ബി.ജെ.പിയുടെ ഒരു ന്യൂനപക്ഷ മുഖമായിരുന്നു എ.പി. അബ്ദുള്ളക്കുട്ടിയെ തൽക്കാലം ദേശീയ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിന്ന് മാറ്റിയിരിക്കുകയാണ്. അത് ഒരു കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നിന്നുള്ള ഒരു ദേശീയ നേതാവ് നിലയ്ക്കായിരുന്നു അബ്ദുള്ളക്കുട്ടിയെ പലപ്പോഴും ഉയർത്തി കാണിച്ചിരുന്നത്. നിലവിലെ സാഹചര്യത്തിൽ പുതിയ ആളുകൾക്ക്, അതായത് പുതിയ ആളുകൾ എന്ന് പറയുമ്പോൾ യുവാക്കൾക്കും ഒപ്പം തന്നെ പുതുമുഖ നേതാക്കന്മാർക്കും ഒക്കെ തന്നെ ഒരുപാട് അവസരം നൽകിക്കൊണ്ടുള്ള ഒരു പട്ടികയാണ് നൽകിയിരിക്കുന്നത്. 13 ദേശീയ വൈസ് പ്രസിഡന്റുമാരെയും 8 ദേശീയ ജനറൽ സെക്രട്ടറിമാരെയും നിയമിച്ചു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം ഒരു സമ്പൂർണ്ണ അഴിച്ചുപണി എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. മാത്രമല്ല ബി.ജെ.പി സംബന്ധിച്ചിടത്തോളം കെ സുരേന്ദ്രൻ എന്ന നേതാവ്, അദ്ദേഹം നേരത്തെ തന്നെ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷ പദവി അലങ്കരിച്ചിരുന്ന ആളായിരുന്നു. പിന്നീട് വിവിധ സ്ഥലങ്ങളിൽ മത്സരിച്ചെങ്കിൽ തന്നെയും ഇപ്പോൾ അദ്ദേഹത്തിന് പ്രത്യേക പദവികളൊന്നും തന്നെ നൽകിയിരുന്നില്ല. നേരത്തെ തന്നെ ദേശീയ തലത്തിലേക്ക് അദ്ദേഹത്തിനെ ഉയർത്തും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ തന്നെ പിന്നീട് അത് വൈകിയിരുന്നു. ഇപ്പോൾ ദേശീയ തലത്തിലേക്ക് കെ സുരേന്ദ്രൻ ദേശീയ സെക്രട്ടറിയായി മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം കേരളത്തിന്റെ വടക്കൻ മേഖലകളിൽ നിന്നും ദേശീയ തലത്തിലേക്ക് ഒരു നേതാവ് കൂടി എത്തപ്പെടുന്നു എന്നുള്ളതാണ്. അതേസമയം വി മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ പേരുകൾ ഒരു പക്ഷേ ദേശീയ തലത്തിൽ പരിഗണിക്കും എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി പുതുമുഖങ്ങളാണ് ഏറ്റവും കൂടുതലായി എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ മുൻ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയെ ദേശീയ ജനറൽ സെക്രട്ടറിയായി നിയമിച്ചിട്ടുണ്ട്. ഇതിൽ 13 പേരിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു ആള് ഉത്തരാഖണ്ഡ് മുൻ മുഖ്യമന്ത്രി നീരജ് സിംഗ് റാവത്ത് ആണ്. അതുപോലെ തന്നെ ഡി പുരന്ദരേശ്വരി ദേശീയ വൈസ് പ്രസിഡന്റായി നിയമിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള, ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു നീക്കം എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാൻ കഴിയും. കാരണം പ്രത്യേകിച്ചും UP അതുപോലെ തന്നെ പഞ്ചാബ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് കൂടുതൽ പിന്തുണ നൽകുന്ന ബി.ജെ.പി കൂടുതൽ പിന്തുണ ലഭിക്കുന്ന തരത്തിലുള്ള ഒരു നീക്കവും ഇപ്പോഴത്തെ അഴിച്ചുപണിയിൽ കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ പീയൂഷ് ഗോയലിനെ ദേശീയ ട്രഷററായി നിയമിച്ചു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ സാധാരണഗതിയിൽ ഒരാൾക്ക് വീണ്ടും അവസരം കൊടുക്കുന്നതിൽ നിന്നും മാറി ബി.ജെ.പി ചിന്തിച്ചിരിക്കുന്നു. വലിയ തലത്തിലൊരു മാറ്റം ബി.ജെ.പിയിൽ ഉണ്ടാകുന്നു. പുതിയ ആളുകളെ ബി.ജെ.പിയുടെ നേതൃനിരയിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ പുരന്ദരേശ്വരിയൊക്കെ തന്നെ നേരത്തെ തെക്കേ ഇന്ത്യയിൽ നിന്നുള്ള വലിയ നേതാവായിരുന്നു. ഒപ്പം തന്നെ മന്ത്രിസഭയിൽ ഉൾപ്പെടെ അവരുണ്ട്. പക്ഷെ എങ്കിൽ തന്നെയും അവർക്കും തന്നെ ഒരു അർഹമായ ഒരു പ്രാതിനിധ്യം ദേശീയ തലത്തിൽ ലഭിക്കുന്നില്ല എന്നുള്ള പരാതികളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇവർക്കൊക്കെ തന്നെ വലിയ തരത്തിലുള്ള ഒരു മാറ്റം ഉണ്ടാകുന്നു. പക്ഷെ അനിൽ ആന്റണി തുടരുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ ന്യൂനപക്ഷ സമുദായങ്ങളെ ഒപ്പം നിർത്തുക എന്നുള്ള ബി.ജെ.പിയുടെ ഒരു തന്ത്രമുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അനിൽ ആന്റണി ഇപ്പോഴും തുടരുന്നത്. പക്ഷെ അനിൽ ആന്റണി സാധാരണ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയ വേളയിലൊക്കെ തന്നെ അദ്ദേഹം കേരളത്തിലേക്ക് എത്തിയിരുന്നില്ല എങ്കിൽ തന്നെ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മുഖ്യമന്ത്രിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളായിട്ട് അനിൽ ആന്റണി മാറിയിട്ടുണ്ട്. മാത്രവുമല്ല ഒരു ന്യൂനപക്ഷങ്ങളോട് കാണിക്കുന്ന മറ്റൊരു തരത്തിലുള്ള ഒരു സ്നേഹം നിറഞ്ഞൊരു സമീപനം എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. അതുകൂടി ഉൾക്കൊള്ളുന്നു. മാത്രവുമല്ല അദ്ദേഹം കോൺഗ്രസിൽ നിന്നും ബി.ജെ.പിയിലേക്ക് ചേക്കേറിയ ആൾ കൂടിയാണ്. അങ്ങനെ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് അനിൽ ആന്റണിയെ തുടരുന്നത്. അതേസമയം കെ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വലിയ തരത്തിലൊരു പദവി ഇപ്പോൾ ലഭ്യമായിരിക്കുന്നു. പ്രതീക്ഷിച്ചൊരു പദവി തന്നെ അദ്ദേഹത്തിന് ലഭ്യമായിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. കെ സുരേന്ദ്രനെ സംബന്ധിച്ചിട്ട് വളരെ പ്രധാനപ്പെട്ട പദവി എന്ന് പറയുമ്പോൾ സംസ്ഥാനത്തുടനീളം പ്രവർത്തിക്കുകയും സംസ്ഥാനത്ത് ബി.ജെ.പിയുടെ നേതാവായി പ്രവർത്തിച്ചതിൻ്റെ പ്രതിച്ഛായയുമാണ് കെ സുരേന്ദ്രനുള്ളത്. ആ പ്രതിച്ഛായയിൽ നിന്ന് വിട്ട് ദേശീയ സെക്രട്ടറി എന്നുള്ള പദവിയിലേക്ക് വരുമ്പോൾ ആ മാറ്റം എത്രത്തോളം പ്രായോഗികമായി അതുപോലെ പ്രതിച്ഛായയുടെ കാര്യത്തിലൊക്കെ കെ സുരേന്ദ്രന് ഗുണം ചെയ്യും?
കഴിഞ്ഞ 20 വർഷമായിട്ട് സംസ്ഥാനത്തെ നടന്നിട്ടുള്ള വിവിധ മത്സരങ്ങൾ, പ്രത്യേകിച്ച് നിയമസഭയായാലും ഒപ്പം തന്നെ ഈ ഉപതെരഞ്ഞെടുപ്പുകളായാലും ഒക്കെ തന്നെ കെ സുരേന്ദ്രനെ ഒരു സ്ഥാനാർത്ഥിയായി കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്ന ഒരു രീതി BJP ദേശീയ നേതൃത്വം പലപ്പോഴായി പരീക്ഷിച്ചിട്ടുണ്ട്. മാത്രമല്ല കാസർഗോഡ് പോലുള്ള സ്ഥലങ്ങളിൽ BJPക്ക് അവരുടെ ഒരു ശക്തി തെളിയിക്കുവാൻ കഴിഞ്ഞ ഒരു നേതാവ് കൂടിയാണ് കെ സുരേന്ദ്രൻ. അങ്ങനെ തുടങ്ങി കെ സുരേന്ദ്രൻ മത്സരിച്ച സ്ഥലങ്ങളിലൊക്കെ തന്നെ വലിയ തരത്തിൽ വോട്ട് വിഹിതം BJPക്ക് വർദ്ധിക്കാൻ കഴിഞ്ഞു. മാത്രമല്ല യുവമോർച്ച പ്രസിഡന്റ് പദവിയിൽ ഇരിക്കുമ്പോൾ BJPക്ക് വലിയ തരത്തിലുള്ള മാറ്റമുണ്ടാക്കി. അതിനെല്ലാം ഉപരിയായി ഈ ശബരിമല സമരവുമായി ബന്ധപ്പെട്ടൊക്കെ മുൻനിരയിലുണ്ടായിരുന്ന നേതാക്കന്മാരിൽ ഒരാളാണ് കെ സുരേന്ദ്രൻ. അങ്ങനെയൊക്കെ സുരേന്ദ്രനെ സംബന്ധിച്ചോളം സുരേന്ദ്രൻ കൊടുത്ത പദവികളിലൊക്കെ തന്നെ കൃത്യമായി അദ്ദേഹം പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട്. കെ സുരേന്ദ്രൻ ദേശീയ തലത്തിൽ ഉയരുന്നത് നേരത്തെ തന്നെ BJPയിൽ സംസാരമുണ്ടായിരുന്നു. കാരണം ഇനി കേരളത്തിൽ നിന്നും എത്താൻ സാധ്യതയുള്ള യുവ നേതാക്കന്മാരിൽ ഒരാളായിട്ട് അദ്ദേഹത്തെ നേരത്തെ തന്നെ യുവമോർച്ചയിൽ ഇരുന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ പലപ്പോഴും പ്രവർത്തനങ്ങൾ കെ സുരേന്ദ്രൻ തുടരുക എന്ന് പറയുന്നത് സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ ഒരു ഭാഗത്ത് തുടരുന്നു, മറുഭാഗത്ത് നേരത്തെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന ഇപ്പോൾ മുൻ സംസ്ഥാന പ്രസിഡന്റ് എന്നൊക്കെ വിശേഷണം അറിയിക്കുന്ന കെ സുരേന്ദ്രനും കേരളത്തിൽ തുടരുമ്പോൾ പല സന്ദർഭങ്ങളിലും പ്രധാനപ്പെട്ട പല വിഷയങ്ങളിലൊക്കെ നിലപാടുകളുടെ കാര്യത്തിലും അതിന് പാർട്ടി കാര്യങ്ങൾ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുന്നതിൽ തീവ്രമായ നിലപാടുകൾ വേണമോ അതോ സംയമനത്തിന് നിലപാട് വേണമോ എന്നിങ്ങനെയുള്ള പല കാര്യങ്ങളിലും ചില പ്രശ്നങ്ങളിൽ തർക്കങ്ങളൊക്കെ ഉള്ളതായിട്ട് വിമർശനം പാർട്ടിക്കകത്തുനിന്ന് ഉയർന്നിരുന്നു. അതിനുകൂടി ഒരു വിരാമമാക്കൽ ഈ നേതൃപദവിയിലേക്ക്, ദേശീയ പദവിയിലേക്ക് ഉയർത്തലിൽ ഉണ്ട് എന്ന് വിചാരിക്കേണ്ടതുണ്ടോ? തീർച്ചയായും അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം ഈ കെ സുരേന്ദ്രനും ഒപ്പം തന്നെ ഇപ്പോഴത്തെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും രണ്ട് തലത്തിലുള്ള അല്ലെങ്കിൽ രണ്ട് തരത്തിലുള്ള നേതാക്കന്മാരാണ്. ഈ നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ കെ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഈ അണികളുടെ ഇടയിലേക്ക് വലിയ അധികം ആഴ്ന്നിറങ്ങി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതാണ് സുരേന്ദ്രനുള്ള ഒരു പ്രത്യേകത. അതേസമയം രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം സാങ്കേതികപരമായ നീക്കങ്ങളിലൂടെ അദ്ദേഹത്തിന്റെ ഈ ഗ്രൂപ്പിസത്തിന്റെ ഭാഗമല്ലാതെ നിന്നുകൊണ്ട് പാർട്ടിയെ വളർത്തുന്നതിന് വേണ്ടി ഒരു ശ്രമമാണ് പലപ്പോഴും രാജീവ് ചന്ദ്രശേഖർ സ്വീകരിച്ചത്. അതേസമയം സുരേന്ദ്രനാവട്ടെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ആളുകൾക്കൊപ്പം നിൽക്കുകയും നിരവധിയായ പ്രശ്നങ്ങൾക്ക് മുന്നിൽ നിന്ന് പടനയിക്കുകയൊക്കെ ചെയ്ത ഒരു യുവ നേതാവായിട്ടാണ് അദ്ദേഹം യുവമോർച്ചയിലുണ്ടായത്. അതിനുശേഷം അദ്ദേഹം BJPയിലേക്ക് എത്തിയത്. അതായത് ഒരു പക്ഷേ കെ സുരേന്ദ്രന്റെ BJP സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്കുള്ള വരവ് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു സമയത്താണ് അദ്ദേഹം വരുന്നത്. കാരണം BJP സംബന്ധിച്ചിടത്തോളം BJPക്ക് കേരളത്തിൽ അങ്ങനെ വേരോട്ടം തുടങ്ങുന്ന ഒരു സമയത്താണ് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉയരുന്നത്. ആ സമയത്ത് ആ സമരത്തിന്റെ മുൻനിരയിൽ എത്തുകയും പിന്നീട് പാർട്ടിയുടെ തന്നെ സംസ്ഥാന തലത്തിലെ നേതാവായി മാറപ്പെടുകയും ഒക്കെ ചെയ്യുന്ന തരത്തിലേക്ക് സുരേന്ദ്രൻ ഉയർന്നു വന്നു. ഒപ്പം ആ സമയങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ, പ്രത്യേകിച്ചും പഞ്ചായത്ത് തലത്തിലായാലും ഒപ്പം തന്നെ പാർലമെന്റ് തലത്തിലായാലും ഒക്കെ നടന്ന തെരഞ്ഞെടുപ്പുകൾ സുരേന്ദ്രൻ നടത്തിയ നീക്കങ്ങൾ നിർണായകമായിരുന്നു. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ വലിയ തരത്തിൽ സീറ്റ് വർധന ഉണ്ടാക്കിയിരുന്നു. അതിനെല്ലാം ഉപരി വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചു. ഇങ്ങനെയൊക്കെയുള്ള കുറെ നേട്ടങ്ങൾ സുരേന്ദ്രൻ ഉണ്ടായിരുന്നതിൽ തന്നെയും കഴിഞ്ഞ കുറെ സമയങ്ങളായി സംസ്ഥാന നേതൃത്വവുമായി അത്ര നല്ല തരത്തിൽ അല്ലെങ്കിൽ ഒരു സൗഹൃദപരമായ നീക്കമല്ലായിരുന്നു കെ സുരേന്ദ്രനും ഒപ്പം തന്നെ BJPയുടെ ഇപ്പോഴത്തെ അധ്യക്ഷൻ തമ്മിൽ പലപ്പോഴും പല കാര്യങ്ങളൊക്കെ തന്നെ കോർ കമ്മിറ്റി യോഗങ്ങൾ വിളിക്കാത്തതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ അതൃപ്തി പല ആവർത്തി കെ സുരേന്ദ്രൻ അറിയിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും പക്ഷെ അവിടെയൊന്നും തന്നെ അതിന് വിവാദമാക്കാനോ അല്ലെങ്കിൽ അതൊരു വലിയ ചർച്ചയാക്കി മാറ്റാനോ ഒന്നും കെ സുരേന്ദ്രൻ ശ്രമിച്ചിരുന്നില്ല. പക്ഷെ അദ്ദേഹം പറയാനുള്ള കാര്യങ്ങൾ സംസ്ഥാന കോർ കമ്മിറ്റി യോഗങ്ങളിലും സംസ്ഥാന സമിതി യോഗങ്ങളിലും ഒക്കെ അദ്ദേഹം കൃത്യമായി പറയുകയും ആ വിമർശനങ്ങൾ ഉന്നയിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനപ്പുറത്തേക്ക് പാർട്ടിക്ക് ദോഷം തട്ടുന്ന തരത്തിലേക്ക് ഒരു നീക്കം കെ സുരേന്ദ്രന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. അത് സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം സുരേന്ദ്രന് ഈ സമയത്ത് ഒരു നേട്ടമായി നമുക്ക് വേണമെങ്കിൽ പറയാൻ കഴിയും. കാരണം പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി എന്ന് പറയുന്നത് ഒരു നമ്മൾ പറയുന്നത് പോലെ തന്നെ ഒരു വലിയ പദവിക്ക് ആണ്. അതിനും അപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ ഈ പ്രവർത്തന പരിധി അല്ലെങ്കിൽ പ്രവർത്തന മേഖല മാറപ്പെടുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇനി എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം
BJP-യുടെ സംബന്ധിച്ചിടത്തോളം BJP-ക്ക് കേരളത്തിൽ നേട്ടമുണ്ടാക്കാൻ പ്രവർത്തിച്ച നേതാക്കന്മാർ, അതായത് ഒരു പക്ഷേ വി മുരളീധരൻ, കൃഷ്ണദാസ് അങ്ങനെ തുടങ്ങി കുമ്മനം രാജശേഖരൻ തുടങ്ങിയ നേതാക്കന്മാരൊക്കെ BJP-യുടെ അധ്യക്ഷ പദവിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ തന്നെയും പക്ഷേ അവർക്കൊന്നും തന്നെ കൈവരിക്കാൻ കഴിയാത്തതിനപ്പുറത്തേക്ക് പാർട്ടിയെ ഉയർത്തിക്കൊണ്ടുവരുവാൻ കെ സുരേന്ദ്രൻ എന്ന നേതാവിന് കഴിഞ്ഞിരുന്നു. അത് സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഈ ദേശീയ സെക്രട്ടറി പദവിയിലേക്ക് എത്താൻ വളരെയധികം സഹായകരമായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ AP അബ്ദുള്ളക്കുട്ടിയിലേക്ക് വരികയാണെങ്കിൽ CPM-ലെ യുവ നേതാവായിട്ട് വളർന്നു വന്നിരുന്ന ഒരു ഘട്ടത്തിൽ നിന്ന് വലിയ രീതിയിലുള്ള പതനങ്ങളിലേക്ക് പോവുകയും ആ പതനത്തെ ഒരു വലിയ അവസരമാക്കി മാറ്റുകയും ചെയ്തുകൊണ്ട് AP അബ്ദുള്ളക്കുട്ടി BJP-യിലേക്ക് മാറിയ സമയത്ത് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. BJP-യെ സംബന്ധിച്ചിട്ട് ന്യൂനപക്ഷ മുഖം എന്ന് പറയുന്നത് ഇനി ആവശ്യമില്ല എന്നുള്ളൊരു തിരിച്ചറിവ്, ആ തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ട് വേണമോ AP അബ്ദുള്ളക്കുട്ടിയെ പോലെ ന്യൂനപക്ഷങ്ങളിൽ നിന്നുള്ളവരെ പാർട്ടിയുടെ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥാനത്തേക്ക് കൊണ്ടുവരികയും അതിലൂടെ ന്യൂനപക്ഷാനുകൂലം കൂടിയാണ് ഈ പാർട്ടി എന്നുള്ള പ്രതിച്ഛായ നിലനിർത്താൻ ശ്രമിക്കുകയും ചെയ്തിരുന്നത്. ഇപ്പോൾ BJP ആ അർത്ഥത്തിൽ ദേശീയ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ സംസ്ഥാന അടിസ്ഥാനത്തിലോ തന്നെ അങ്ങനെയുള്ള പ്രതിച്ഛായകളുടെ ആവശ്യമൊന്നുമില്ല, അല്ലാതെ തന്നെ പാർട്ടിക്ക് മുന്നേറാൻ കഴിയും എന്നുള്ളത് കൊണ്ടായിരിക്കുമോ അതോ AP അബ്ദുള്ളക്കുട്ടിയുടെ പ്രവർത്തനത്തിൻ്റെ വീഴ്ച കൊണ്ടായിരിക്കുമോ? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിന് തൊട്ടു മുമ്പുള്ള പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ഒക്കെ AP അബ്ദുള്ളക്കുട്ടിയുടെ പ്രവർത്തനം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വലിയ നിർണായകമായ നീക്കങ്ങൾക്കോ അല്ലെങ്കിൽ ഇവിടെ നടത്തിയ പരിപാടികളിലോ അല്ലെങ്കിൽ BJP-യുടെ പരിപാടികളിലോ ഒക്കെ തന്നെ ഒരു സജീവ സാന്നിധ്യമായി AP അബ്ദുള്ളക്കുട്ടിയെ കണ്ടിട്ടില്ല. അദ്ദേഹം ഒരു ദേശീയ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഡൽഹി കേന്ദ്രീകരിച്ച് നടത്തിയിരുന്നു. മാത്രവുമല്ല നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷം ഉള്ള മേഖലകളാണ് വടക്കൻ കേരളത്തിന്റെ കോഴിക്കോടും ഒപ്പം തന്നെ മലപ്പുറം ജില്ലകളിലൊക്കെ തന്നെ. അവിടെ അദ്ദേഹം BJP-ക്ക് വേണ്ടി മത്സരിച്ചിട്ടുണ്ട്. അതിനുശേഷം പാർലമെന്റിലേക്ക് മത്സരിച്ചതിന് തൊട്ട് പിന്നീട് അദ്ദേഹത്തിന് നിയമസഭയിലേക്ക് പരീക്ഷിക്കാനോ അല്ലെങ്കിൽ നിയമസഭയിൽ അദ്ദേഹത്തെ മത്സരിപ്പിക്കാനോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം BJP അവരുടെ പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിച്ചത് തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലുമായിരുന്നു. പ്രത്യേകിച്ച് തൃശ്ശൂരിൽ പാർലമെന്റ് സീറ്റ് കിട്ടിയതോടെയും കേരളത്തിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനത്ത് BJP എത്തിയതോടെയും ആറ്റിങ്ങൽ വലിയ നേട്ടം കഴിയാൻ കഴിഞ്ഞതോടെ തന്നെ കേരളത്തിന്റെ തെക്കൻ മേഖലകളുള്ള BJP-യുടെ ഒരു ശ്രദ്ധ മാറുകയും അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ അബ്ദുള്ളക്കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അങ്ങനെ ഒരു പ്രവർത്തന മേഖലയോ അല്ലെങ്കിൽ ഈ BJP-യുടെ കേന്ദ്ര നേതൃത്വം പ്രതീക്ഷിച്ചതുപോലെ തന്നെ അണികളെ വർദ്ധിപ്പിക്കാനോ BJP-യിൽ രാഷ്ട്രീയപരമായ ഒരു മാറ്റം കൊണ്ടുവരാനോ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. അത് മാത്രവുമല്ല പലപ്പോഴായി BJP-യിൽ ഉണ്ടായ പ്രശ്നങ്ങൾ, പ്രതിസന്ധികളൊക്കെ ഉണ്ടായ ഘട്ടങ്ങളിലൊക്കെ തന്നെ ഈ സ്വാഭാവികമായും ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്തുക, അവരിൽ നിന്ന് പരമാവധി വോട്ട് സമാഹരിക്കുക എന്നുള്ളതാണ് BJP ലക്ഷ്യം വെച്ചിരുന്നത്. പക്ഷെ അത്തരത്തിൽ ഒരു വലിയ നേട്ടമോ അല്ലെങ്കിൽ BJP-ക്ക് അനുകൂലമായ ചില നിലപാടുകളോ അബ്ദുള്ളക്കുട്ടിയുടെ ഭാഗത്തുണ്ടായിരുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പക്ഷെ അത് സംബന്ധിച്ച് പാർട്ടിക്കകത്തോ പാർട്ടിയുമായി ബന്ധപ്പെട്ട മേഖലകളിലൊന്നും തന്നെ ചർച്ചയായിട്ടില്ല എങ്കിൽ പോലും അബ്ദുള്ളക്കുട്ടി ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ നേതാക്കന്മാരിൽ നിന്നും വലിയ പ്രതീക്ഷ BJP-ക്ക് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും അദ്ദേഹം CPIM-ൽ നിൽക്കുമ്പോഴേക്കും DYFI-യിൽ നിന്നും CPIM-ലേക്ക് എത്തുന്നു. അദ്ദേഹം മത്സരിച്ച സ്ഥലങ്ങളിലൊക്കെ തന്നെ വിജയിക്കപ്പെടുന്നു. പാർലമെന്റിലായാലും നിയമസഭയിലായാലും ഒക്കെ തന്നെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം ഒരു പാർലമെന്റേറിയൻ എന്ന നിലയ്ക്കൊക്കെ അദ്ദേഹത്തിന്റെ പ്രവർത്തനം വളരെ മെച്ചപ്പെട്ടതായിരുന്നു, ഏറ്റവും ശ്രദ്ധ പിടിച്ചു പറ്റിയത്. പക്ഷെ പിന്നീട് CPM-ഉമായിട്ട് ഇടയുകയും അതിനുശേഷം അദ്ദേഹം കണ്ടെത്തിയ ഒരു തട്ടകം BJP ആയിരുന്നു. പക്ഷെ ആ BJP എന്ന് പറയുന്ന തട്ടകത്തിലേക്ക് എത്തിയപ്പോഴേക്കും ആദ്യഘട്ടത്തിൽ അദ്ദേഹം ശോഭിച്ചിരുന്നു. പ്രത്യേകിച്ചും വടക്കൻ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തനം നടത്താനൊക്കെ നടത്തിയിരുന്നെങ്കിൽ തന്നെ പക്ഷേ ആ ഒരു നീക്കം അദ്ദേഹത്തിന് അല്ലെങ്കിൽ കേരളത്തിൽ എമ്പാടുമോ അല്ലെങ്കിൽ ദേശീയ തലത്തിലോ ഒന്നും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. അതുപോലെ തന്നെ BJP പ്രതീക്ഷിച്ച ഒരു നേട്ടം ഒരു ന്യൂനപക്ഷ നേതാവെന്ന ആളിൽ നിന്ന് എന്തുമാത്രം പ്രതീക്ഷിച്ചോ അത്രയധികം നേട്ടം ഒന്നും തന്നെ അബ്ദുള്ളക്കുട്ടിയിൽ നിന്ന് ലഭിച്ചതുമില്ല. അതൊക്കെ തന്നെ BJP കൃത്യമായി വിലയിരുത്തിയിരുന്നു എന്നുള്ളതാണ് ഈ അബ്ദുള്ളക്കുട്ടിക്ക് സ്ഥാനം നഷ്ടപ്പെടാൻ കാരണമായെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. ശരി, BJP-യിൽ ദേശീയ ഭാരവാഹികളുടെ പുതിയ പട്ടിക പ്രഖ്യാപിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള അഴിച്ചുപണി നടത്തിയിരിക്കുകയാണ്. ഇപ്പോൾ D. ബിനോയാണ് വിവരങ്ങൾ നൽകിയത്.